കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തകൾ നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ദൈവത്താലുള്ള അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു വരുന്നതായ ചിന്തയുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് എപ്രകാരം ദൈവത്തിൻ്റെ വചനം നമ്മളോട് അനുശാസിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഒരു മാതൃകയുള്ള ജീവിതം ഈ ഭൂമിയിൽ 33.5 വയസ്സ് വരെ നയിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിൽ കർത്താവ് യേശു ക്രിസ്തു കടന്നുപോയതായ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന പരീക്ഷകൾ അഥവാ പിശാച് നമുക്ക് തരുന്നതായ പ്രലോഭനങ്ങളെ നമുക്ക് എപ്രകാരം അതിജീവിക്കാൻ കഴിയും. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ധാരാളം ആളുകൾ അവരുടെ ജീവിതത്തിൽ ധാരാളം പ്രലോഭനങ്ങൾ, പരീക്ഷകൾ ഓരോ ദിവസവും അവർ നേരിടുന്നുണ്ട്. പക്ഷേ അങ്ങനെ നേരിടുമ്പോൾ നമ്മളതിനെ മാനുഷികമായിട്ടല്ല നേരിടേണ്ടത്. പ്രത്യേകിച്ച് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ ആളുകൾ, യേശുക്രിസ്തുവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവരായ ആളുകൾ തങ്ങളുടെ ജീവിതത്തെ നയിക്കേണ്ടത് ഒരിക്കലും ജഡപ്രകാരമല്ല, മാനുഷികമായ നിലയിലല്ല. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും: ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, മറിച്ച് കോട്ടകൾ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങളത്രേ നമുക്കുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ ഏത് പ്രശ്നങ്ങൾ കടന്നു വന്നാൽ പോലും നമുക്ക് അവയെല്ലാം അതിജീവിക്കാൻ കഴിയുന്ന ആത്മീകമായ ആയുധങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ നമുക്കറിയാം, അവർ തങ്ങളുടെ പ്രയാണം കനാൻ നാട്ടിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ എരിഹോ എന്ന് പറയുന്നതായ ഒരു പട്ടണത്തിന് മുമ്പാകെ അവർ കടന്നു വന്നു. ദൈവത്തിൻ്റെ ആ ഗൈഡൻസ് പകൽ മേഘസ്തംഭമായിട്ടും രാത്രി അഗ്നിത്തൂണായിട്ടും അവരെ നയിക്കുന്നത് ഈ എരിഹോവിൻ്റെ പട്ടണത്തിൽ കൂടെയാണ്. പക്ഷേ ഇവർക്ക് ആ പട്ടണം കടക്കണം, പക്ഷേ അവർക്ക് സാധിക്കുന്നില്ല. കാരണം ഈ ഇസ്രായേൽ ജനം നിമിത്തം എരിഹോ രാജാവ് ആ പട്ടണത്തിൻ്റെ മതിലുകളെ പൂർവാധികം ശക്തിപ്പെടുത്തി. എന്ന് മാത്രമല്ല, ഈ മതിൽ ഭേദിക്കാതെ ഇവർക്ക് ഈ പട്ടണത്തിൽ കടക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ ദാസനായ യോശുവ ദൈവത്തോട് നിലവിളിച്ചു: ദൈവമേ, നിന്റെ വഴി ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ എരിഹോവിൽ കൂടെയാണ്, പക്ഷേ ഞങ്ങൾക്ക് ഇത് അസാധ്യമാണ്, ഞങ്ങളെക്കൊണ്ട് കഴിയത്തില്ല. അപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? യോശുവയെ, നീ ഒരു ആത്മീകമായ യുദ്ധം പ്രഖ്യാപിക്കണം. ദിസ് ഇസ് എ സ്പിരിച്വൽ വാർ. ഇതൊരു ആത്മീയ യുദ്ധമാണ്. ദൈവജനത്തെ തടയുന്നതായ ഏത് കാര്യവും, നമ്മളെ ഒക്കെ തടയുന്നതായ ഏത് കാര്യവും, നമ്മുടെ മുമ്പോട്ടുള്ള വഴിയെ തടസ്സപ്പെടുത്തുന്ന അഥവാ ദൈവത്തെ നിഷ്കളങ്കമായി സേവിക്കുന്ന, വിശ്വാസത്താൽ അവനെ അനുഗമിക്കുന്നതായ ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ കടന്നു വരുന്നതായ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം അവരോട് പറയുന്നത് അവർ ജഡപ്രകാരം പോരാടാനല്ല, മറിച്ച് അവർ ആത്മീകമായി അതിനെ നേരിടണം. ഇസ്രായേൽ എന്നത് ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രമായി കണക്കിലെടുത്താൽ പോലും ദൈവം ഈ ജനത്തോട് പറയുന്നതായ, അല്ലെങ്കിൽ ഈ രാജ്യത്തോട് പറയുന്നതായ, ഒരു രാഷ്ട്രമായി തീരാൻ പോകുന്ന ഈ ഇസ്രായേലിനോട് പറയുന്നതായൊരു കാര്യം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന് ദഹിക്കുന്ന കാര്യമല്ല. ദൈവം പറയുന്നു, നിങ്ങൾ ഒരു ആത്മീകമായ കാര്യം ചെയ്യണം. ആ ആത്മീക കാര്യം എന്ന് പറയുന്നത്, ഈ പട്ടണത്തെ നിങ്ങൾ ഓരോ ദിവസവും ഓരോ പ്രാവശ്യം വീതം ചുറ്റണം. 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റിയിട്ട് നിങ്ങൾ കാഹളമൂതണം. ഇതാണ് ദൈവം അവരോട് പറഞ്ഞത്. നോക്കണേ, വിശ്വാസത്താൽ അതനുസരിക്കുവാൻ യോശുവയ്ക്ക് സാധിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം ധാരാളം നമ്മോട് സംസാരിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ദൈവം നമ്മോട് പറയുന്നതായ കാര്യങ്ങളെ വിലയിരുത്തുന്നത് മാനുഷികമായ നിലവാരത്തിലാണ്. നമ്മൾ ചിലപ്പോൾ പറയുന്നു, അയ്യോ, ഇത് ബുദ്ധിമോശമല്ലേ, എങ്ങനെയാ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്? എന്ന് മാത്രമല്ല, ഈ കോട്ടയുടെ മുകളിലിരിക്കുന്ന സൈന്യം, അതുപോലെ ഈ പട്ടണത്തിലുള്ള ജനങ്ങളെല്ലാം ഞങ്ങളെ മോഹിക്കുമല്ലോ, ഞങ്ങളെ പരിഹസിക്കുമല്ലോ എന്നുള്ളതായ ചിന്ത അവരുടെ ഉള്ളിലുണ്ടാകാം. പക്ഷേ ദൈവം പറയുന്ന ഒരു കാര്യം, നമ്മൾ മനുഷ്യൻ്റെ ബുദ്ധിക്കനുസരിച്ച് അളക്കാതെ ദൈവം പറയുന്ന ആ വചനത്തെ അതേപോലെ നമ്മൾ അനുസരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ കഴിയുന്നത്. നോക്കണേ, എന്താ സംഭവിച്ചത്? 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റിയിട്ട് അവർ 7-ാമത്തെ പ്രാവശ്യം കാഹളം ഊതിയപ്പോൾ ആ പട്ടണത്തിൻ്റെ മതില് താഴെ വീഴുവാനിടയായി തീർന്നു. ആ കോട്ട ഇടിയുവാനിടയായി തീർന്നു. ഇസ്രായേൽ ജനം ആ പട്ടണത്തിലേക്ക് കടക്കുവാനിടയായി തീർന്നു. ദൈവം ഒരു വഴി കാണിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഗൈഡൻസ് നമ്മെ നയിക്കുമ്പോൾ നമുക്കറിയില്ല
ഇതിനെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയുമെന്ന്. പക്ഷേ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവവചനത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തി പോലും നാണം കെട്ടു പോകുവാൻ, അവൻ വീണു പോകുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരമുള്ള ഒരവസ്ഥയിൽ ലോകത്തിന് മുമ്പാകെ ഒരു പരിഹാസ്യ വിഷയം എന്ന വണ്ണം നീ നിൽക്കുമ്പോൾ, ലോകത്തിന് മുമ്പാകെ നിന്ദിക്കപ്പെട്ടവനായി നീ നിൽക്കുമ്പോൾ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടും നിങ്ങളോടും പറയുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ദൈവത്തിൻ്റെ വചനം നാം അതുപോലെ അനുസരിക്കുമെങ്കിൽ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനിടയായി തീരും. അതെ, നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നതായ ഭാഗം അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കർത്താവ് യേശുക്രിസ്തു പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യൻ എന്നവണ്ണം ഈ ലോകത്തിലായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ മുഴുവനും തൻ്റെ മനുഷ്യത്വത്തിലായിരുന്നു. ഒരു ദാസൻ എന്ന വണ്ണം യേശു നമ്മെ ഓരോരുത്തരെയും ശുശ്രൂഷിച്ചു. അങ്ങനെ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ ജീവിതം നയിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് യേശു വളരെ പ്രാധാന്യം കൊടുത്തു. ഇവിടെ ഓരോ പരീക്ഷയിലും പിശാചിനോട് യേശു പറയുന്നുണ്ട്, ഇറ്റ് ഈസ് റിട്ടൺ, ഇറ്റ് ഈസ് റിട്ടൺ, ഇത് എഴുതപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ വിശ്വസിക്കുന്നതായ, നമ്മൾ പാലിക്കേണ്ടതായ ദൈവവചനത്തിന് വലിയ പ്രാധാന്യം കൊടുത്തേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു ഈ പിശാച് തൻ്റെ അടുക്കൽ വന്ന് ഓരോ പ്രലോഭനങ്ങൾ നൽകുമ്പോഴും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ യേശു പറയുന്നുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ കാര്യം, കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ, ആവർത്തന പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് യേശു പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഇതേ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് കുറച്ചുകൂടെ വ്യക്തതയോടുകൂടെ സാത്താനോട് സംസാരിക്കുകയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് പിശാച് പലരെയും ഈ ഒരു പരീക്ഷിച്ചിട്ടുണ്ട്. മനുഷ്യൻ എപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മനുഷ്യൻ എപ്പോഴും മഹത്വവും അംഗീകാരവും ആഗ്രഹിക്കുന്നതുകൊണ്ട് പിശാച് അവനെ ഈ ഒരു ഇരയെ കാണിച്ചുകൊണ്ടാണ് പിശാച് മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്നത്. ഇന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അംഗീകരിക്കപ്പെടണം. ഒന്നുകിൽ നമ്മുടെ വീട്, അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആർഭാടം, ഇതൊക്കെ മനുഷ്യൻ കണ്ട് നമ്മെ അംഗീകരിക്കണം. അതേപോലെ തന്നെ നമുക്കൊരു സമൂഹത്തിൽ വലിയൊരു പദവി വേണം. ഇത് നമുക്ക് ഓഫർ ചെയ്യുവാൻ ആർക്ക് കഴിയുമോ അവരെയാണ് നമ്മൾ പലപ്പോഴും അനുസരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇത് ഈ ലോകത്തിൽ ഓഫർ ചെയ്യുന്നത് പിശാചാണ്. ദൈവം ഒരിക്കലും ലോകത്തെ സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിക്കില്ല. മറിച്ച് ദൈവം എപ്പോഴും നമ്മളോട് പറയുന്നത്, നമ്മൾ ദൈവരാജ്യത്തെ സ്നേഹിക്കണം, നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം, നമ്മൾ സ്വർഗീയമായ ആ നിത്യതയെ നമ്മൾ സ്നേഹിക്കണം. അതുകൊണ്ട് ദൈവം ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഓഫറും ദൈവം ചെയ്യുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും ദൈവം മുടക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് പലരും ആരാധിക്കുന്നത് ദൈവത്തെ അല്ല, അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തെ അല്ല. അവർക്ക് പേരുണ്ട്, അവർ ക്രിസ്ത്യാനിയാണെന്ന്, അവർക്ക് പേരുണ്ട്, അവർ യേശുവിനെ ആരാധിക്കുന്നവരാണെന്ന്. പക്ഷേ പലപ്പോഴും അവരുടെ പ്രാർത്ഥന യേശുവിങ്കിലേക്കോ അല്ലെങ്കിൽ യഥാർത്ഥ ദൈവത്തിങ്കിലേക്കോ അല്ല, മറിച്ച് മനുഷ്യരായ ആളുകളിലാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന ആരോടാണോ? പല കാരണങ്ങൾ, പല ന്യായങ്ങൾ ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ ഇന്ന ആളോട് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. പക്ഷെ അതിനൊന്നും ഒരു ന്യായീകരണമില്ല. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിൽ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. വേറെ ആരോട് പ്രാർത്ഥിച്ചാലും അതിൻ്റെ അർത്ഥം നീ സാത്താനെ ആരാധിക്കുന്ന വ്യക്തി എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്കിത് അരോചകമായ സന്ദേശമായി തോന്നുമായിരിക്കാം, ഇത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സന്ദേശമായി തോന്നുമായിരിക്കാം. പക്ഷേ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. കാരണം ഇറ്റ് ഈസ് റിട്ടൺ, ഇത് എന്നേക്കുമായി സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനത്തിന് നമ്മളുടെ പ്രശ്നങ്ങളെ കൊണ്ട് നമുക്കതിനെ നീതീകരിക്കാനോ ന്യായീകരിക്കാനോ കഴിയത്തില്ല. കാരണം ഇത് എന്നേക്കും സ്ഥിരമായ ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ നിങ്ങൾ ദൈവത്തെയാണോ, വാസ്തവത്തിൽ നിങ്ങൾ വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന, വിശുദ്ധ ബൈബിൾ നമ്മെ കാണിക്കുന്ന ദൈവത്തെയാണോ നമ്മൾ ആരാധിക്കുന്നത്? നമ്മൾ അവനോടാണോ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതാണ്. അല്ല, നമ്മൾ മറ്റുള്ള ഒരു വ്യക്തിയോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ യു ആർ വർഷിപ്പിംഗ് സൈറ്റാൻ, നീ ആരാധിക്കുന്നത് സാത്താനെയാണ്. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച്
അവനെ മാത്രമേ ആരാധിക്കാവൂ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അറിയാതെ സാത്താനെ ആരാധിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ, അറിയാതെ ദൈവ വഴിയിൽ നിന്നും മാറി നടക്കുന്നവരായിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ വചനം കേൾക്കുന്നത് മൂലം അവരുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. ആത്മീയമായ എല്ലാ സഹായങ്ങളും ഞങ്ങൾ നിങ്ങൾക്കായി ചെയ്യുന്നതാണ്. ഗോഡ് ബ്ലെസ് യു ഓൾ.